ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് നമ്മൾ ചുരുക്കി ESR സ്പെക്ട്രോസ്കോപ്പി എന്നും പറയാറുണ്ട്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് EPR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നുകൂടി അറിയപ്പെടുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിൽ ട്രാൻസിഷൻസ് നടക്കുന്നത് ഇലക്ട്രോൺസിൻ്റെ മാഗ്നറ്റിക് എനർജി ലെവൽസ് തമ്മിലാണ്. ഈ ഒരു ട്രാൻസിഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ അബ്സോർബ് ചെയ്യേണ്ട റേഡിയേഷൻസ് മൈക്രോവേവ് റീജിയനിലുള്ളതാണ്. NMR സ്പെക്ട്രോസ്കോപ്പിയിൽ റേഡിയോ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ് ട്രാൻസിഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഇവിടെ മൈക്രോവേവ് റീജിയനിൽ NMRൽ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് എനർജി ലെവൽസ് തമ്മിലാണ് ട്രാൻസിഷൻസ് നടന്നിരുന്നത്. ഇവിടെയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് വിത്ത് അൺപെയർഡ് സ്പിൻ. അതായത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള കെമിക്കൽ സ്പീഷീസുകളെയാണ് പഠിക്കാൻ പറ്റുക. പാരാമാഗ്നറ്റിക് കെമിക്കൽ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് വിത്ത് 1 or more അൺപെയർഡ് ഇലക്ട്രോൺസ്, ഒന്നോ അതിലധികമോ അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന കെമിക്കൽ സ്പീഷീസുകളെയാണ് നമ്മൾ പാരാമാഗ്നറ്റിക് കെമിക്കൽ സ്പീഷീസ് എന്ന് പറയുന്നത്. അവ ഏതൊക്കെയാവാം? ഫ്രീ റാഡിക്കൽസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, മോളിക്കുലർ ഫ്രാഗ്മെൻറ്റ്സ് ആവാം. ഫോർ എക്സാമ്പിൾ H റാഡിക്കൽ, CH3 റാഡിക്കൽ, C6H5 ത്രൈസ് C റാഡിക്കൽ. അതുപോലെ തന്നെ മോളിക്യൂൾസ് നൈട്രജൻ മോണോക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ ഡയോക്സൈഡ് തുടങ്ങിയ മോളിക്യൂൾസ് നമുക്ക് ESR വെച്ച് പഠിക്കാം. ട്രാൻസിഷൻ മെറ്റൽസും അവയുടെ കോംപ്ലക്സസും അൺപെയർഡ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രാൻസിഷൻ മെറ്റൽസിനെയും അവയുടെ കോംപ്ലക്സുകളെയും നമുക്ക് ESR വെച്ച് പഠിക്കാം. ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെയും നമുക്ക് ESR സ്പെക്ട്ര കിട്ടും. നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റ് ആവാം, സോളിഡ് സ്റ്റേറ്റ് ആവാം, ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആവാം, ഏത് സ്റ്റേറ്റിലുള്ള സാമ്പിളും നമുക്ക് ESR ടെക്നോളജി വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഹിയർ ദ ട്രാൻസിഷൻസ് ആർ ഇൻഡ്യൂസ്ഡ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഇൻ മൈക്രോവേവ് റീജിയൻ between the magnetic energy levels of an electron with unpaired spin. നമുക്കതിൻ്റെ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ സ്പിൻ സ്റ്റേറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് സ്പിൻ സ്റ്റേറ്റ്സ് നമുക്കറിയാം. ഇലക്ട്രോൺസ് ചാർജ്ഡ് സ്പീഷീസ് ആണ്, അവയ്ക്ക് സ്പിന്നിങ് മോഷൻ ഉണ്ട്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അതിൻ്റെ തന്നെ ഒരു ആക്സിസിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ഒബ്വിയസ്ലി ആ ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് ചാർജ്ഡ് സ്പീഷീസ് ആണ്, അതിന് സ്പിൻ ഉണ്ട്. സോ ദാറ്റ് അതൊരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. ഈ മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റും ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ടൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. whenever an external field is applied, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ഷൻ പോസിബിൾ ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എല്ലാ ഇലക്ട്രോൺസിനെയും നമുക്ക് ESR വെച്ച് പഠിക്കാൻ പറ്റില്ല. അൺപെയർഡ് സ്പിന്നുള്ള ഇലക്ട്രോൺസിനെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഒരു പെയർഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത്
കൺസിഡർ എ മോളിക്യൂൾ ഇൻ വിച്ച് ഓൾ ദി ഇലക്ട്രോൺസ് ആർ പെയർഡ്. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആവുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും പെയർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ സ്പിൻ എങ്ങനെയാണ് ഉണ്ടാവുക? പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ, പെയർഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ. സോ ദർ ഇസ് നോ നെറ്റ് ഇലക്ട്രോൺ സ്പിൻ. ഇലക്ട്രോൺ സ്പിൻ ഇല്ല, അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ നെറ്റ് ഇലക്ട്രോണിക് മാഗ്നറ്റിക് മൊമെൻറ്റ്. അവിടെ ഇലക്ട്രോണിക് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ ഇല്ലാത്തൊരു കാര്യം ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് പെയർഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ ESR സ്പെക്ട്ര ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ. പക്ഷേ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് പ്രസൻ്റ് എങ്കിലോ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിനൊരു സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. അവിടെ ഒരു ടോട്ടൽ സ്പിൻ ഉണ്ടായിരിക്കും. അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരിക്കും. സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും മാഗ്നറ്റിക് മൊമെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മാഗ്നറ്റിക് മൊമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പീഷീസിൽ മാഗ്നറ്റിക് എനർജി ലെവൽസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻസ് നടത്താം. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിയിലും കണ്ടത്. അവിടെ ഒരു ന്യൂക്ലിയസ് ആണ്, ഇവിടെ എന്താണ്? അൺപെയ്ഡ് സ്പിന്നുള്ള ഇലക്ട്രോൺസ് ആണ്. ശരിയല്ലേ? ഇനി അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ക്വാണ്ടം നമ്പർ S=½ ആണെങ്കിൽ അതിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഇസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ മോഡുലസ് ഓഫ് S വെക്റ്റർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് S ഇൻറ്റു S+1 ഇൻറ്റു H ബാർ. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ NMRലും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? I വെക്റ്റർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു? സെയിം തന്നെയാണ്. I വെക്റ്റർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I ഇൻറ്റു I+1 H ബാർ. ഓർക്കുന്നില്ലേ? മോഡുലസ് ഓഫ് I വെക്റ്റർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I ഇൻറ്റു I+1 ഇൻറ്റു H ബാർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് I ഇൻറ്റു I+1 ഇൻറ്റു H/2π. അവിടെ I എന്തായിരുന്നു? ന്യൂക്ലിയസിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ഇവിടെ നമ്മൾ പറയുന്നത് ഇലക്ട്രോണിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് is given by the expression S vector is equal to root of S into S+1 into H bar. Root of S into S+1 into H/2π. എസിൻ്റെ വാല്യൂ ½ ആണെന്ന് നമുക്കറിയാം. സോ ആ ഹാഫിൻ്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3/2. റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു H/2π. ഓക്കെ. ഇവിടെ ഈ ഒരു S വെക്റ്ററിന് it can have values 2s+1. NMR നമ്മൾ 2i+1 എന്നാണ് പറഞ്ഞത്. ഇവിടെ 2s+1 കമ്പോണൻസ് ഉണ്ടാവും. 2s+1 എന്ന് പറഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് 2. ദാറ്റ് ഈസ് ഈ ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിന് 2 കമ്പോണൻസ് ഉണ്ടാവാം.